ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എം കോഡിങ്. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ജാങ്കോ ട്യൂട്ടോറിയലാണ്. സോ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന സെക്ഷൻ എന്ന് പറഞ്ഞാൽ മോഡൽ ടെംപ്ലേറ്റ് വ്യൂ അഥവാ നമ്മൾ MTV എന്ന് പറയും. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ മോഡൽസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് പറഞ്ഞായിരുന്നു. പിന്നെ നമുക്ക് ഡമ്മി ഡേറ്റാസ് ഫേക്കർ ലൈബ്രറി വെച്ച് നമ്മൾ ഡമ്മി ഡേറ്റാസ് മോഡലിൽ ഇൻസേർട്ട് ചെയ്യുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അഡ്മിൻ പേജിനകത്ത് ഡേറ്റാസ് ഡിസ്പ്ലേ ചെയ്യുന്ന കാണിച്ച വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഈ മോഡൽസിനകത്തുള്ള എൻട്രീസ് നമുക്ക് എങ്ങനെ HTML ഡൈനാമിക്കലായിട്ട് കാണിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് മോഡൽ ടെംപ്ലേറ്റ് വ്യൂ ആണ്. അപ്പോൾ ഈ പേരിൽ തന്നെയുണ്ട് നമുക്ക് മോഡലിനകത്തുള്ള എൻട്രീസ് നമ്മൾ വ്യൂവിനകത്ത് ഇമ്പോർട്ട് ചെയ്യുക. എന്നിട്ട് ഈ വ്യൂവിനകത്തുള്ള ഡേറ്റാസ് നമ്മൾ HTML അതായത് ടെംപ്ലേറ്റിനകത്തോട്ട് പാസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനകത്ത്, അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആപ്ലിക്കേഷന് അതിൽ വ്യൂസ് എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട്. ഓക്കെ, അതിനകത്ത് നമുക്ക് മോഡലിനെ ഇമ്പോർട്ട് ചെയ്യണം ഫ്രം ഫസ്റ്റ് ആപ്പ്. നമ്മുടെ ഫസ്റ്റ് ആപ്ലിക്കേഷനകത്തുള്ള മോഡൽസ് ഇമ്പോർട്ട് ആക്സസ് റെക്കോർഡ്സ്. ഓക്കെ, നമ്മൾ ആക്സസ് റെക്കോർഡ് എന്ന് പറഞ്ഞ മോഡലിൽ ഇമ്പോർട്ട് ചെയ്യാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് അപ്പോൾ അതിൽ നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഈ ആക്സസ് റെക്കോർഡിൻ്റെ മോഡൽസിനകത്ത് നമുക്ക് രണ്ട് ഫീൽഡാണുള്ളത്, നെയിം ഉണ്ട്, ഡേറ്റ് ഉണ്ട്. ഓക്കെ, സോ നെയിം ഡേറ്റ് ആയിരിക്കും നമ്മൾ ടെംപ്ലേറ്റിനകത്ത് ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആക്സസ് റെക്കോർഡിനകത്ത് നമ്മളിവിടെ ഇൻഡെക്സ് ഫങ്ഷനകത്ത് നമ്മളൊരു വേരിയബിൾ ഇടും, വെബ് പേജ് _ഡേറ്റ, എന്തെങ്കിലും പേര് കൊടുക്കുക വേരിയബിൾ നെയിം. അതിനകത്ത് നമ്മൾ ആക്സസ് റെക്കോർഡിൻ്റെ മോഡലിൽ ഡോട്ട് ഒബ്ജക്ട്സ് എടുക്കുക. ഒബ്ജക്ട്സിനകത്ത് നമ്മൾ ഓർഡർ ബൈനകത്ത് നമ്മൾ ഡേറ്റ്. ഓക്കെ, ഓർഡർ ബൈ ആക്ച്വലി SQLൻ്റെ ഒരു മെത്തേഡാണ്. നമുക്ക് ആക്സസ് റെക്കോർഡിനകത്തുള്ള ഡേറ്റാസ് എൻട്രീസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് അതിനെ ഡേറ്റ് വെച്ച് ഓർഡർ ചെയ്യും. ഓക്കെ, വെബ് പേജ് ഡേറ്റതിനകത്ത് ഞാൻ വേരിയബിൾ വെച്ച് ഇനി അടുത്ത് നമുക്ക് ഈ ഡിക്ഷണറിനകത്ത് ആഡ് ചെയ്യണം. ഇപ്പോൾ ഡിക്ഷണറിനകത്ത് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, വ്യൂ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഒരു പേര് മാറ്റാം, ആക്സസ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞ കീനകത്ത് നമ്മളുടെ വാല്യൂ എന്ന് പറയുന്നത് വെബ് പേജ് ഡേറ്റയാണ്. അപ്പോൾ ഇതൊരു അറേയാണ്, ആക്ച്വലി അറേ ഒബ്ജക്റ്റാണ്. അപ്പോൾ ഈ ഡിക്ഷണറി നമ്മൾ HTML-നകത്തോട്ട് പാസ് ചെയ്യും. ഓക്കെ, നമ്മൾ ടെംപ്ലേറ്റിനകത്തോട്ട് പാസ് ചെയ്യും. അപ്പോൾ ഇതിനെ ഈ ഫസ്റ്റ് ആപ്പ് index.html ആണ്. അപ്പോൾ നമ്മുടെ ഈ ടെംപ്ലേറ്റ്സിനകത്ത് ഫസ്റ്റ് ആപ്ലിക്കേഷനിലെ HTML. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാം, നമുക്ക് സ്റ്റാറ്റിക് ഫയൽസ് ഉണ്ട്. സ്റ്റാറ്റിക് ഫയൽസ് എല്ലാം ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് വ്യൂ കണ്ടൻറ്റ് പറഞ്ഞ കീ ഇല്ല, ആ കീനെ മാറ്റിയാണ് നമ്മൾ ആക്സസ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞൊരു കീ ഇട്ടു. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് ചേഞ്ച് വരുത്താം. അപ്പോൾ ജാങ്കോയിൽ നമ്മൾ HTML ഒരു സിൻടാക്സ് ഉണ്ട്. നമ്മൾ എങ്ങനെയാണ് നമ്മൾ വേരിയബിൾ ആക്സസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പെർസെൻറ്റേജ്, ഓക്കെ, പെർസെൻറ്റേജിനകത്ത് നമ്മൾ അതായത് വ്യൂസിനകത്തുള്ള ഈ കീ നമ്മൾ എടുക്കുക, റെക്കോർഡ്സ് ഇഫ് കണ്ടീഷനകത്ത് നമ്മൾ ഇതിനെ ക്ലോസ് ചെയ്യണം, നമ്മൾ എൻഡ് എന്ന് കൊടുക്കണം. ഓക്കെ, ഇഫ് ആക്സസ് റെക്കോർഡ്സിനകത്ത് ഡേറ്റ ഉണ്ടെങ്കിൽ മാത്രം കാണിക്കുക. ഓക്കെ, നമ്മൾ ഇതിനകത്ത് ഒരു ടേബിളിലായിരിക്കും, ടേബിളിനകത്താണ് ഇടുന്നത്, ടേബിൾ ടേബിളിനകത്ത് നമ്മളിവിടെ ഒരു ഹെഡ് കൊടുക്കുക, ഹെഡിങ് കൊടുക്കാം, ഹെഡിനകത്ത് നമ്മൾ ഓരോ ഹെഡിങ് ഫയൽ കൊടുക്കുക, അതിൽ നമ്മുടെ സൈറ്റ് നെയിം, പിന്നെ അടുത്തത് നമുക്ക് ഡേറ്റ് ആണ്. ആക്സസ് റെക്കോർഡ്സിനകത്ത് രണ്ട് ഫീൽഡാണുള്ളത്, ഡേറ്റ് ക്രിയേറ്റഡ് പറഞ്ഞിടാം. ഓക്കെ, ആക്സസ് റെക്കോർഡ് ക്ലാസ്സിനകത്ത് രണ്ട് ഫീൽഡാണ്, നെയിമും ഡേറ്റും. സോ അതിന് നമുക്ക് രണ്ട് ഹെഡിങ് ആണ് കൊടുക്കണം. ഓക്കെ, നമ്മൾ ഹെഡിങ് കൊടുത്തു. ഇനി അടുത്ത് നമുക്ക് ഓരോ ഡേറ്റാസ് എൻ്റർ ചെയ്യണം. ഓക്കെ, ടേബിളിനകത്ത് ഇൻസേർട്ട് ചെയ്യണം.
അപ്പോൾ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ ലൂപ്പിയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് 20 എൻട്രീസ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 20 ഫേക്ക് എൻട്രീസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. സോ 20 എൻട്രീസ് നമുക്ക് വരുന്നു. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്ക് ലൂപ്പ് ചെയ്യണം. അതിനെ ലൂപ്പ് ചെയ്യുന്നത് %for ACC in ആക്സസ് റെക്കോർഡ്സ്. ഓക്കെ, ഈ ആക്സസ് റെക്കോർഡ്സ് എന്ന് പറയുന്നത് അറേ ഒബ്ജക്റ്റാണ്. അത് നമ്മൾ ലൂപ്പ് ചെയ്യാനകത്ത് നമ്മളിവിടെ ടേബിൾ റോ. ഓക്കെ, ടേബിൾ റോനകത്ത് നമ്മൾ സെല്ലിനകത്ത് ഇതെല്ലാം നമ്മൾ ഡബിൾ കേർലി ബ്രാക്കറ്റാണ് ഇടുന്നത്. അതിനകത്ത് നമ്മൾ ACC, അതായത് ഫോർ ACC എന്ന് പറഞ്ഞാൽ ഓരോ എൻട്രി ആയിരിക്കും ACC ഡോട്ട് നെയിം ആയിരിക്കും ഇവിടുത്തെ നെയിം, ഡേറ്റ്. ഓക്കെ, അതുപോലെ ഇവിടെ ഒരു കോപ്പി എടുത്തിട്ട് ഇവിടെ ACCയിൽ മാറ്റി ഡേറ്റ് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫോർ ലൂപ്പ് ഇത്രയാണ്. ഇനി ഈ ഫോർ ലൂപ്പിനെ ക്ലോസ് ചെയ്യണം. അപ്പോൾ ക്ലോസ് ചെയ്യാനായിട്ട് നമ്മളിവിടെ end 4 എന്ന് പറഞ്ഞ് കൊടുക്കും. ഓക്കെ, end 4. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളിങ്ങനെ കണ്ടീഷൻ എഴുതണം. ഓക്കെ, ഇനി ഇവിടെ ഇഫ് ആക്സസ് റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ മാത്രം ഈ ടേബിൾ കാണിക്കുക, അല്ലെങ്കിൽ നമുക്കിവിടെ എൽസും കാണിക്കാം. എൽസ് നമുക്കിവിടെ h2/h2 നോട്ട് ഡേറ്റ ഫോം, അതായത് ആക്സസ് റെക്കോർഡിനകത്ത് ഡേറ്റ ഇല്ലെങ്കിൽ ഈ കണ്ടീഷനകത്ത് കയറുക. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ റൺ ചെയ്യണം. പൈത്തൺ manage.py run server. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ URL ക്ലിക്ക് ചെയ്തു. URL ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ ടേബിളിൽ ഡേറ്റാസൊക്കെ വന്നു. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫേക്ക് ഡേറ്റാസ്. അതിൽ സൈറ്റ് നെയിം പിന്നെ സെപ്റ്റംബർ. ഈ സൈറ്റ് നെയിം അറിയേണ്ട പകരം നമുക്ക് കമ്പനി നെയിമാണ്. കാരണം നമ്മൾ ആക്ച്വലി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫേക്കറിനകത്ത് നമ്മൾ നെയിം കമ്പനിയുടെ നെയിമാണ് കൊടുത്തത്. ഓക്കെ, നമുക്കിവിടെ കമ്പനി നെയിം എന്നിടാം. ഓക്കെ, കമ്പനി നെയിം നമുക്കിത് ഇങ്ങനെ വന്നിട്ടുണ്ട്, നെയിമും ഡേറ്റും വന്നിട്ടുണ്ട്. സോ നമുക്ക് ഈ ടേബിളിനെ കുറച്ചൊന്ന് സ്റ്റൈൽ ചെയ്യാം. ഓക്കെ, സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ നമ്മളിവിടെ സ്റ്റാറ്റിക് ഫയൽസിനകത്ത് CSS നമ്മൾ ടേബിൾ ബോർഡർ 1px സോളിഡ് ബ്ലാക്ക്. ഡീഫോൾട്ട് ടേബിളിനകത്തൊന്നും കാണത്തില്ല, അതിൻ്റെ അടിയൊന്നും കാണില്ല. ഓക്കെ, ഫസ്റ്റ് ടാബ് ടേബിൾ TRTD. നമുക്കിവിടെ ഓക്കെ, നമുക്കിവിടെ ബോർഡർ വന്നിട്ടുണ്ട്. ഇതിൽ ആക്ച്വലി ക്യാഷ് ക്ലിയർ ചെയ്യണമായിരുന്നു. ക്യാഷ് ക്ലിയർ ചെയ്തപ്പോൾ കറക്റ്റായിട്ടും വന്നു. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് ടേബിളിൻ്റെ ഓരോ സ്റ്റൈല് പറഞ്ഞു കൊടുക്കാം. സോ ഇങ്ങനെയാണ് നമ്മൾ ടെംപ്ലേറ്റ്സിനകത്ത് നമുക്ക് എങ്ങനെ ഡൈനാമിക്കലി ഡേറ്റാസ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഇനി അടുത്ത ഓരോ സെക്ഷനിൽ ചെയ്യുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ പഠിക്കും, എങ്ങനെയാണ് നമുക്ക് ഡൈനാമിക് ഡേറ്റാസ് ടെംപ്ലേറ്റിനകത്ത് കാണിക്കാൻ പറ്റുന്നത്. സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്, മിസ് ചെയ്യല്. ഓക്കെ, സോ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനകത്ത് ഇടുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദെൻ ബൈ.